മോനെ, നീ കഥകൊന്നും തുറന്നേ, ഞാൻ അവന് കുറച്ച് ഭക്ഷണം കൊടുക്കട്ടെ. ഞാനിപ്പോ കഥക് തുറന്നാൽ അവൻ ഇത് കഴിക്കുമെന്ന് അമ്മയ്ക്ക് തോന്നുന്നുണ്ടോ? ഈ ഭക്ഷണം കൊണ്ട് അങ്ങോട്ട് ചെന്നാൽ ഇതും തട്ടി എറിഞ്ഞിട്ട് അവന്റെ പാട്ടിനിറങ്ങി പോവും. ശരി അമ്മ, തൽക്കാലം അവനൊന്ന് കിടന്ന് ഉറങ്ങിക്കോട്ടെ. ബോധം വീണ് കഴിഞ്ഞിട്ട് നമുക്ക് ഭക്ഷണം കൊടുക്കോ, കാര്യങ്ങൾ സംസാരിച്ച് മനസ്സിലാക്കുകയോ ചെയ്യാം. കള്ളല്ലാതെ ആ വയറ്റിലൊന്നും കാണില്ല, തളർന്നു കിടക്കായിരിക്കും. നീ കഥകൊന്ന് തുറക്ക്, അവൻ പോകാതെ ഞാൻ നോക്കിക്കോളാം. പറയുന്നതൊന്നും മനസ്സിലാക്കമ്മേ. അവൻ പട്ടിണി കിടക്കണമെന്ന് എനിക്ക് വാശിയൊന്നുമില്ല. നീ ഈ കാണിക്കുന്നത് വാശി തന്നെയാ. അവൻ കള്ളു കുടിച്ചിട്ടുണ്ടെന്നുള്ളത് നേര് തന്നെയാ. പട്ടിണിക്കിട്ട് കൊല്ലാനാണോ നീ അവനെ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വന്നത്? എടാ, ഭക്ഷണം കൊടുക്കണമെന്ന് ഏട്ടത്തിക്ക് തോന്നുന്നുണ്ടെങ്കിൽ കൊടുത്തോട്ടെ. അതിന് നീ എന്തിനാ തടയാൻ പോകുന്നത്? എന്താ എന്റെ ഇത്? നിങ്ങൾ മനഃപൂർവ്വം തടയുന്നതാണോ? അവൻ ഭക്ഷണം കഴിക്കാൻ പാടില്ലെന്ന് ഞങ്ങൾക്ക് എന്തെങ്കിലും വാശിയുണ്ടോ? നീ അവിടെ മിണ്ടാതെ നിൽക്ക്. വെറുതെ എല്ലാത്തിലും കയറി പിടിച്ചോളും. എന്നെ കൊണ്ടൊന്ന് പൂട്ടിയിട്ടല്ലേ? കാണിച്ചു തരാ ഞാൻ. തുറക്കാനാ പറഞ്ഞ. ഗൗതം കഥ തുറക്കാനാ പറഞ്ഞേ. തുറക്കാൻ. എടാ, എന്നെ എന്തിനാണ് ഇങ്ങനെ പിടിച്ചോണ്ടെന്ന് പൂട്ടിയിട്ടിരിക്കുന്നേ? തുറന്ന് വിടാനാ പറഞ്ഞേ. തുറക്കണോ? നീ എത്രയൊക്കെ കിടന്ന് ബഹളം വെച്ചാലും ഈ അവസ്ഥയിൽ നിന്നെ തുറന്നു വിടുന്ന പ്രശ്നമേ ഇല്ല. തൽക്കാലം നീ അവിടെ കിടന്ന് ഉറങ്ങ. ഉറങ്ങാനോ? എനിക്ക് സൗകര്യം ഇല്ലെങ്കിലോ ഞാനിത് ചവിട്ടി പൊളിക്കും. തുറക്കാനാ പറഞ്ഞേ. എടാ മോനെ, അവൻ കിടന്ന് ബഹളം വെക്കുന്നത് കേട്ടില്ലേ? നീ അങ്ങ് തുറന്നു കൊടുത്തേക്കടാ. ഇപ്പൊ ഞാൻ ഡോർ തുറന്നു കൊടുത്ത അവൻ എന്താ ചെയ്യാൻ പോകുന്ന അമ്മയ്ക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അവൻ അവന്റെ പാട്ടിന് ഇറങ്ങിപ്പോവും. ഇനി അവന്റെ പുറകെ കടന്ന് ഓടാനൊന്നും എനിക്ക് വയ്യ. തുറക്കണം. നിന്റെ ഉദ്ദേശം എന്താണെന്നൊക്കെ എനിക്ക് അറിയാം. എന്നെ പിടിച്ചവിടെ പൂട്ടിയിട്ടിട്ട് നിന്നെ കുഴിച്ചു കൂടാനല്ലോ ആഗ്രഹം. നടക്കത്തില്ലടാ. ചവിട്ടി പൊളിക്കും ഞാൻ. നീ എത്രയൊക്കെ കിടന്ന് ബഹളം വെച്ചാലും നിന്നെ തുറന്നു വിടുന്ന നീ പ്രതീക്ഷിക്കണ്ട. മര്യാദയ്ക്ക് അവിടെ കിടക്കാൻ നോക്ക്. അത് ശരി. അപ്പൊ നീ എന്നെ തുറന്നു വിടത്തില്ലല്ലേ? ഇനി എന്താ വേണ്ടത് എനിക്ക് അറിയാടാ. കാണിച്ചു തരാ ഞാൻ. നീ പോയി കിടന്ന് ഉറങ്ങ് പ്രണവേ. കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ വന്ന് തുറന്നോളാം. ഉറങ്ങി തോന്നുന്നല്ലോ ഗൗതം. ബഹളം ഒന്ന് അടങ്ങിയിട്ടുണ്ട്. ഗൗതം,
നമുക്കൊന്ന് തുറന്നു നോക്കിയാലോ? അവൻ ഉറങ്ങിക്കോട്ടമ്മേ, ഈ ഫിറ്റൊന്ന് തെളിയട്ടെ, എന്നിട്ട് നമുക്ക് എന്താന്ന് വെച്ചാൽ ചെയ്യാം. എന്തായാലും നീ മുറി ഒന്ന് തുറക്ക്. ഞാൻ മാത്രം തന്നെ തുറക്കല്ലാന്ന് വാശി പിടിക്കുന്നത്. അവൻ ഇറങ്ങി പോന്നീ പോട്ടെ, എനിക്കെന്താ. എന്താ? ഡോർ അവൻ അകത്തുനിന്ന് പൂട്ടിയിരിക്കുകയാണല്ലോ. ഏ, അയ്യോ പ്രണവേ, 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 പ്രണവ്, വാതിൽ തുറക്ക. പ്രണവേ, മോനെ, എടാ മോനെ, പ്രണവേ, ഡാ, പ്രണവ് കഥവ് പ്രണവേ, മോനെ, കഥക് തുറക്കടാ. പ്രണവ്, വാല് തുറക്ക്. എടാ, പ്രണവ്, വാതിൽ തുറക്കാൻ. അയ്യോ, മോളെ, മോനെ, വാതിൽ തുറക്കാൻ. വാല് തുറക്കാൻ. എടാ, കഥവ് തുറക്കാൻ. വാല് തുറക്കാൻ. എടാ, വാല് തുറക്കാൻ. പ്രണവ്, പ്രണവ്, പ്രണവേ, വാതിൽ തുറക്ക. പ്രണവേ, വാല് തുറക്കാൻ. അയ്യോ, പ്രണവേ, എടാ, പ്രണവേ, പ്രണവേ, പ്രണവ്, എടാ, ഡോർ തുറക്ക്. വാതിൽ ചവിട്ടി പൊളിക്കാൻ. പ്രണവേ, ചവിട്ടി പൊളിക്ക്. പ്രണവ്, അയ്യോ, പ്രണവേ, മാറിയിരിക്കണോ? എന്താണ് മോനെ നീ കാണിച്ചത്? അയ്യോ, എന്താ പ്രണവ് ഇത്? എന്താ പ്രണവിന് പറ്റിയേ? ആത്മഹത്യ മാത്രം എന്ത് പ്രശ്നം ഇവിടെ ഉണ്ടായേ? എന്താ പ്രണവ് ഇത്? എടി ഒന്നുമില്ല, ഗൗതം ഇവനെ കൊണ്ടുവന്ന് ഈ മുറിയിൽ പൂട്ടിയിട്ടിരിക്കുകയായിരുന്നു. അതിനിടയിലാ ഇവൻ ഈ അതിക്രമത്തിന് മുതിർന്നത്. എന്ത് അതിക്രമം? എല്ലാരും കൂടി ചേർന്ന് പ്രണവിനെ കെട്ടിത്തൂക്കി കൊല്ലാൻ നോക്കി. അയ്യോ, പ്രണവേ, കുഴപ്പമൊന്നുമില്ലല്ലോ. എന്തായാലും നീ വന്നല്ലോ. സാറേ, സാർ ഇത് കണ്ടില്ലേ? ഇതാണ് ഈ വീട്ടിലെ അവസ്ഥ. എന്റെ ഭർത്താവിനെ കൊല്ലാൻ നോക്കി. ഈ ഗൗതം നിധിയ ഇതിനൊക്കെ കാരണക്കാര്. രണ്ടുപേരെ ഇപ്പൊ തന്നെ അറസ്റ്റ് ചെയ്യണം സാർ. എന്തായാലും ഇയാളെ നിങ്ങൾ മുറിക്ക് പുറത്തേക്ക് കൊണ്ടുവാ, ബാക്കിയൊക്കെ പിന്നെ നോക്കാം. ചെല്ലു മോനെ, നടക്ക്. ശിവാനി, മോനെ, നീ വന്നതുകൊണ്ട് മാത്രം എന്നെ രക്ഷിക്കാനായത്. അല്ലെങ്കിൽ ഇവരെല്ലാം കൂടെ ചേർന്ന് എന്നെ കൊന്നു കളഞ്ഞാനെ. കേട്ടോ സാറേ, കൊലപാതക ശ്രമമാണ് സാർ. എത്രയും വേഗം ഇതിനൊരു നടപടി എടുക്കണം. ആദ്യം യഥാർത്ഥത്തിൽ സംഭവിച്ചെന്താണെന്ന് അറിയണ്ടേ? പ്രണവേ, ആരാ ഇയാളെ കൊണ്ട് പിടിച്ചോണ്ട് വന്നത്? വേറെ ആരുമല്ല, ഈ നിൽക്കുന്ന ഗൗതം തന്നെ എന്നെ പിടിച്ചോണ്ട് വന്നത്. ഞാനൊരു ബിസിനസ് മീറ്റിങ്ങിന് പോയതാ സാർ. ഇയാള് ഗുണ്ടകളെ വിട്ട് എന്നെ പിടിച്ച് കെട്ടിയിട്ടു. എന്നിട്ട് പിടിച്ചു വലിച്ച് കാറി കയറ്റി കൊണ്ടുവന്നതാ. എന്തിനാടാ നീ ഇങ്ങനെ ഇല്ലാത്തൊക്കെ പറയുന്നേ? ഇല്ലാത്തതൊന്നും അല്ല സാർ, ഇതൊരു സ്വത്ത് തർക്കത്തിൽ തുടങ്ങിയതാ. എന്റെ ഭർത്താവിന് അർഹതപ്പെട്ടതൊക്കെ കൊടുക്കേണ്ടി വരുമെന്ന് തോന്നിയപ്പോ ഒന്ന് ഒഴിവാക്കാൻ നോക്കിയതാ. ദേ, ശിവാനി മിണ്ടാതിരുന്നോണം, വേണ്ടാത്ത പറയരുത്. അമ്മ ശിവാനിയെ വരട്ടെ എന്നും വേണ്ട, ഉള്ള കാര്യം തന്നെ ഇവള് പറഞ്ഞതും. ഇയാൾ തന്നെ എന്നെ തട്ടിക്കൊണ്ട് വന്നത്. കൊന്നു കുഴിച്ചുകൂടാനായിരുന്നു ഇയാളെ പ്ലാൻ.